ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ മലയാളത്തിലെ 10th അല്ലെ മലയാളം 10th ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് കഥകൾ അതിമോഹനം എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഭാഷാപരമായ പ്രത്യേകതകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കിളിപ്പാട്ട് ശൈലിയിലാണ് അല്ലെ, കിളിപ്പാട്ട് ശൈലി, കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിൽ, പറയിക്കുന്ന രീതിയിൽ അല്ലെ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതി, കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭാഷാപിതാവ് അല്ലെ, ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത്. മലയാള ലിപിയും കാവ്യശൈലിയും പരിഷ്കരിച്ച തുഞ്ചത്തെഴുത്തച്ഛന്റെ വരികളാണ്, തുഞ്ചത്തെഴുത്തച്ഛന്റെ വരികളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ശബ്ദാലങ്കാരം അല്ലെ, ശബ്ദാലങ്കാരമുണ്ട്. വരികളിലെ താളാത്മകതയും വർണ്ണനകളും, ഉദാഹരണത്തിന് തത്തയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ വർണ്ണന അല്ലെ, തത്തയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ വർണ്ണനയെല്ലാം ശബ്ദാലങ്കാരത്തിൽ പെട്ടതാണ്. പറയുന്നില്ലേ, കുറുക്കിയ പാലിൽ കദളിപ്പഴവും പഞ്ചസാരപ്പൊടിയും ചേർത്തെല്ലാം നിനക്ക് നൽകാം, തേനും പാലും നൽകാം എന്നെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ ശബ്ദാലങ്കാരത്തിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളാണ് നോക്കിയത് കഥകൾ അതിമോഹനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ. ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ വീഡിയോ വളരെ വ്യക്തമായിട്ട് ഈസി ആയിട്ട് നമ്മളുടെ ചാനൽ കിടക്കുന്നുണ്ട്. ഫുൾ വീഡിയോ അപ്പൊ കാണാൻ താല്പര്യമുള്ളവര് വേഗം പോയി കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്